വണ്ടിയുടെ ഇൻഷുറൻസ് 3 ദിവസത്തിന് തീരുമെന്ന് പറഞ്ഞാൽ നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പോലീസ് പിടിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതുവരെയ്ക്കും നിന്റെ അടുത്ത് ഏതെങ്കിലും ഒരു പോലീസുകാർ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇൻഷുറൻസ് ഇല്ലാതെ വണ്ടി തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ കിടന്ന് വഴക്കൊന്നും പോയിട്ട് ഒരു കാര്യമില്ല. അവരെന്താ ചോദിക്കുന്നത് വെച്ചാൽ കൊടുക്കണം. അപ്പോൾ ഇൻഷുറൻസ് എടുത്തില്ലെങ്കിൽ പണിയാണ്. വണ്ടി ഒരാളെ തട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എത്ര രൂപ ചിലവാകും, അത് നമ്മളെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും ഇൻഷുറൻസ് ഇല്ലെങ്കിൽ. അപ്പോൾ അവർക്കും ഒന്നും കിട്ടില്ല. നമ്മളെ കയ്യിൽ ആ ഫണ്ട് ഇല്ലെങ്കിൽ നമ്മൾ വലിയ കേസും ആവും. ഇത് കേൾക്കുമ്പോൾ ചിലവർ വിചാരിക്കും നമ്മളെ വണ്ടി ഇതുവരെയും തട്ടിയിട്ടില്ല, ഇന്നെയാണ് കുറച്ച് നാൾ ഇൻഷുറൻസ് എടുക്കാതെ നടന്നാലെന്ന്. ഇപ്പം ഞാൻ ഈ വണ്ടിക്ക് ഇൻഷുറൻസ് തീർന്നിട്ട് ഞാൻ വണ്ടി എടുത്ത് വെളിയിറങ്ങുന്നത് അപ്പം തന്നെ തട്ടും. അവർക്ക് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഒക്കെ കാണും. അതൊന്ന് തീരുമ്പോഴത്തേക്ക് ഒരാഴ്ച കഴിഞ്ഞ് പുതുക്കാന്നൊക്കെ പറഞ്ഞിരിക്കും. ആ സമയത്ത് വണ്ടി തട്ടും. അപ്പോൾ ആ വണ്ടിക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമേ കാണൂ. ഇൻഷുറൻസ് എടുക്കാതെ വണ്ടിയും കൊണ്ട് കറങ്ങി എടുക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവന്മാർക്ക് തയ്ച്ചു കൊടുത്തേക്ക് ഇൻഷുറൻസ് എടുക്കുക. ഇതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പണിയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കമൻറ്റ് ചെയ്യാം. ഈ ഒരു വണ്ടിക്ക് ഇപ്പോൾ ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ ഒരു 1800 ആവും. അത് പണ്ട് തൊട്ടേ ഫണ്ട് നമുക്ക് വിഷയമില്ലാത്തതുകൊണ്ട് നമ്മളൊരു പഴക്കേക്കില്ല. ഈ ആയിട്ട് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി ഹാക്കുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് പേര് യൂസൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാനും അത് യൂസ് ചെയ്തിട്ട് വർക്കിംഗ് ആണെങ്കിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഇന്ന് ഇൻഷുറൻസ് തീർന്നു കഴിഞ്ഞാൽ ആ ട്രിക്ക് വെച്ച് ഇന്നേനെ എടുക്കത്തില്ല. ഒരു മിനിമം 2 days ടൈം നിങ്ങൾക്ക് വേണം. അടുത്തൊരു വീഡിയോ